രണ്ടാമത്തെ ദിവസം ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ ഇതേ ഞാനൊന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, ചെറിയ തണുപ്പ്, സഹിക്കാവുന്ന തണുപ്പേ ഉള്ളൂ. സാധാരണ മൂന്നാർ വരുമ്പോൾ ഉണ്ടാവാറുള്ള കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു, കോട മഞ്ഞായിരുന്നു ഈ സമയത്തൊക്കെ. അത് കോടയൊന്നും കാണാനില്ല. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. മതി നല്ല മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ കോടമഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെ ചുമ്മാ ഞാനിതൊക്കെ എടുത്ത് വെച്ചെന്നുള്ളൂ. എനിക്ക് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, തണുപ്പധികം പറ്റില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും ജലദോഷമൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. തണുപ്പിൻ്റെ ഒരു പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ചേട്ടനും കൂടി ഒന്ന് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഈ റോഡിലൂടെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു. അത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ കോർഡിനേറ്ററാണ് ജോമോൻ തോട്ടപ്പള്ളി. മുകളിൽ അവരെല്ലാവരും എക്സസൈസും പ്രാക്ടീസിലുമാണ്. നമ്മുടെ വ്യൂസ് നോക്കിക്കേ, മരങ്ങളാണ്. നല്ല കാഴ്ചകളാണ് മൂന്നാർ കാണാനുള്ളത്. ഒരുപാടും കാഴ്ചകൾ മൂന്നാർ കാണാനുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാടിൻ്റെ. ഇന്നലത്തെ ക്യാമ്പ് ഫയറിൻ്റെ അവശിഷ്ടങ്ങളാണത് കിടക്കുന്നത്, കണ്ടോ, ചാരമായി കിടക്കുന്നു. ക്യാമ്പ് ഫയറൊക്കെ നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടപ്പിലായി പോയത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഈ നമ്മുടെ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹോളുണ്ട്, അവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അതെ, ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോർജ് ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി, പിള്ളേർ ഇറങ്ങുകയാണ്, ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. അവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ, ഭയങ്കര മധുരമായിരുന്നു. മൂന്നാറിൻ്റെ തണുപ്പിലൂടെ ഒരു മോർണിംഗ് വാക്ക് അല്ലേ? ആദ്യമായിട്ടാണ് മൂന്നാർ വന്നിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ശരിക്കും മഞ്ഞുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കോടമഞ്ഞ് വരും തോന്നണം അല്ലേ? ആ മരങ്ങളല്ലേ നോക്കിയാൽ അവിടെ കൂടുതലുണ്ട്. അവിടെ നോക്കിയാൽ മലകൾ കാണാം ഗൈസ്, എത്ര മനോഹരമായ. ഞാൻ നിങ്ങളിത് കാണിച്ചു. ഇത് നമ്മൾ ഇന്നലെ പോയ സ്ഥലം. അത്രയും നമ്മൾ കയറിയല്ലേ ഇന്നലെ, പിടിക്കില്ലല്ലോ. റോഡ് സൈഡിൽ നിൽക്കുന്ന കുഞ്ഞു ചെടിക്ക് പോലെ എന്തൊരു ഭംഗിയാണ്. അതേന്നെ സ്ട്രോബെറി, ഞാൻ പറിക്കും, കിട്ടാത്ത സാധനം പറിക്കും. ഇതിന്റെ ചെടി ഉണ്ടാവോ? സ്ട്രോബെറിയുടെ തൈ എങ്ങനെയത്, വള്ളിപ്പടർപ്പാന്ന് തോന്നുന്നത്. അതേന്നേ അല്ല, മധുരമുണ്ടാ? സ്ട്രോബെറിയുടെ തൈ, സ്ട്രോബെറി പോലെ കണ്ട ഒരു
ചെടി കണ്ടപ്പോഴേ റിസോർട്ടിൻ്റെ 2 വശവും നടന്നപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചുമ്മാ അങ്ങനെ നടന്നു. സ്ട്രോബെറി ചെടിയാണെന്നും പറഞ്ഞുകൊണ്ട് സ്ട്രോബെറി പോലെ ഇങ്ങനെ അതങ്ങോട്ട് വേറെ കൂടി ഞങ്ങൾ പറിച്ചെടുത്തു. സ്ട്രോബെറി അല്ല, അത് കണ്ടിട്ട് നമ്മൾ ഞെക്കി നോക്കിയപ്പോൾ അത് സ്ട്രോബെറി അല്ല. എന്നാൽ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ ഈ റോഡരികിൽ നിന്നായിരുന്നു. റോഡ് കണ്ടോ, ഇതൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു കാലം. സ്ട്രോബെറി ആണെന്ന് ചോദിച്ചാൽ സ്ട്രോബെറി അല്ല. അപ്പോൾ ഇവിടെ ഒരു ചെടി, അത് കൊമ്പൊടിച്ചാൽ മതി, വലിയ കൊമ്പൊടിക്കണം. അപ്പോൾ ഞങ്ങളൊരു കൊമ്പൊടിച്ചിട്ടില്ല. അതിൽ നല്ല അടിപൊളി പൂണ്, പക്ഷെ അതിന് മണം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഒരു സ്മെല്ലുണ്ട്. ഈ സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മൾ ഇന്നലെ ഇതിൻ്റെ മുകളിലേക്ക് പോയായിരുന്നു കേട്ടോ. ആ കുന്ന് കയറിയാണ് മുകളിൽ പോയിട്ട് അപ്പുറത്തുള്ള വിശാലമായ വൈൽഡ് നേച്ചർ റിസോർട്ടിലേക്ക് ഞങ്ങൾ വീണ്ടും കയറി. എല്ലായിടത്തും ഈ ഒരു ചെടി മരം ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്തുണ്ടല്ലോ ഈ മരം അങ്ങോട്ട് പന്തലിച്ചിട്ട് നിറയെ പൂവായിട്ട് നിൽക്കണം. ഈ റെഡ് പൂവ്. നമ്മുടെ മക്കൾ എണീറ്റ് നോക്കാം. കൊച്ചിന് വേണ്ട, ഫോട്ടോ എടുത്താൽ മതിയാ. അവന് ഫോട്ടോ എടുക്കാനോ, അവനതിൽ കയറി ഇവിടെ ഒരു ചായ കുടിച്ചിട്ടേ ചേട്ടന്റെ കാലത്ത് കൊണ്ടെങ്കിൽ 10 ആയെങ്കിലും പോയി. ഈ പൂവില്ലേ ആ വഴിയരികിൽ എന്തോരാന്നറിയാമോ? നേരത്തെ പോരാണെങ്കിൽ നമുക്ക് പോയിട്ട് പറിക്കാം. ഇവിടെ നിന്ന് പറിക്കണ്ട, അവിടെ റോഡരികിൽ ഇപ്പൊ ഉണ്ട്. അവിടെ ഫോട്ടോ എടുക്കണ്ട്. ഞങ്ങളിപ്പോ തേയിലത്തോട്ടത്തിൽ നിൽക്കാം. ഇന്ന് 2ാമത്തെ ദിവസം. ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അതിനു മുമ്പേ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നതാ. ഇവിടെ കുറേ തൈരകളുണ്ട്. അമ്മ ശരിഞ്ഞു. അവിടെ കുറേ തൈര്. ഓക്കെ, അപ്പം കണ്ടിരിക്കാനാ എവിടെ ഇപ്പൊ വന്നേക്കണേ? ഇഷ്ടപ്പെട്ട തേയിലത്തോട്ടം. ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നോ. നിക്ക് വാ, പോരെ പോരെ. അതെ, കേറാൻ അറിയായിരുന്നല്ലോ. കുഞ്ഞു കുശിലാണ് ഇവിടെ കേട്ടോ. പോകാം. റീൽസ് ഒന്നും എടുത്തില്ല. വീണ്ടും തേയിലത്തോട്ടത്തിൽ വന്നു. ഇനി നമ്മളിവിടെ പോവാ. ബാബാ, ഫുഡ് അവിടെ റെഡിയാണ്. വാ. ഇപ്പൊ നമ്മുടെ 3ാമത്തെ യാത്ര അവിടെ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് നമ്മൾ വെക്കറ്റ് ചെയ്യണം. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇതൊരു ഫോട്ടോ. 2ാമത്തെ ദിവസം അവിടെ താർ ടാറ്റാ ബൈ സീ യു. വല്ല കാര്യമുണ്ടോ? അച്ഛന് പോകും. അതൊക്കെ ഞാൻ സ്ലോ ആക്കും. കുറച്ച് നമുക്ക് ബിജിച്ചേട്ടാ തിരിയടോ മനുഷ്യ. ഒരു വിറ്റാമിൻ ഞങ്ങൾ വരാം. എല്ലാവരും
ചക്കര ചെമ്പഴുക്ക 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 ചക്കര ചെമ്പഴുക്ക. എന്നോട് പറയണ്ട അങ്ങോട്ട് കൂടെ പോകരുത് കേട്ടോ. അടിപൊളി. എടാ താഴെ നോക്കിയേ, താഴെ തലോടാൻ പോകുന്നു. അപ്പോൾ ഇത്തവണ മൂന്നാർ പോയിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടു. എവിടെയൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഒക്കെ നമ്മൾ വണ്ടി നിർത്തി അവിടെയൊക്കെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ യാത്രയായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ മൂന്നാർ ട്രിപ്പിൽ നമ്മൾ ടീ ഫാക്ടറി കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുണ്ടള ഡാം കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ ഒരു ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. പിന്നെ കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇനി അവിടെയൊക്കെ പോയി കാണണം എന്നാണ് ആഗ്രഹം. ഏപ്രിൽ 24-ാം തീയതി പോയ യാത്രയുടെ വിശേഷങ്ങൾ മെയ് കഴിഞ്ഞ് ജൂണായിട്ടും ഞാൻ വീഡിയോ ഇടാതിരുന്നത് എൻ്റെ തിരക്ക് കാരണം കൊണ്ടാണേ. പിന്നെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കുതിരപ്പുറത്ത് കയറണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ച് അങ്ങനെ മൂന്നാറിലെ യാത്രയുടെ വിശേഷങ്ങൾ ഈ ഒരു ഭാഗത്തോടു കൂടി കഴിയുകയാണ്. 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത്. അത് കുറേ ലെങ്തി ആയതുകൊണ്ടാണ് കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ പെടുത്താൻ പറ്റില്ല, 2 വീഡിയോയിലും പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കെത്തി. അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.